ഹായ്! ഇന്ന് നമുക്ക് മത്തങ്ങ പയർ എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആവശ്യത്തിനുള്ള പയർ കഴുകിയെടുത്തത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കർ അടച്ച ശേഷം സ്റ്റൗ ഓണാക്കാം. നാല് വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ഈ സമയം നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് നാളികേരം, മൂന്നല്ലി വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഈ വിധത്തിലാണ് അരച്ചെടുക്കേണ്ടത്. കുക്കർ ആവി പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതുപോലെ ആയിട്ടുണ്ട്. പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മത്തൻ കഷ്ണങ്ങളാക്കി വെച്ചത് ചേർക്കാം. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുക്കർ അടച്ച് 2 വിസിൽ കേൾക്കുന്നത് വരെ വയ്ക്കാം. ഈ സമയം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം കുറച്ച് നാളികേരം നമുക്ക് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ നിറത്തിലാവുന്നത് വരെ, ഗോൾഡൻ ബ്രൗൺ നിറത്തിലാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. മത്തനും പയറും പാകത്തിനായിട്ടുണ്ട്. ഇത് നമുക്ക് ഇളക്കിയ ശേഷം ഇതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വറുത്ത് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി മാറ്റി വെച്ച ശേഷം നാളികേരം വറുത്ത ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടുക് ചേർക്കാം. വേപ്പില ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.